ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുഞ്ഞു മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. എല്ലില്ലാത്ത ചിക്കൻ ഇതുപോലെ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ സോയ സോസും കൂടി ഒഴിച്ച് കൊടുക്കണം. പിന്നെ അതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള എരിവിനുള്ളത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മുളക് പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ ഉണ്ടാവും. അത് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണ് ലെമൺ ജ്യൂസാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ചിക്കൻ ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ എല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള ചിക്കൻ പീസസും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നല്ല ക്രിസ്പിയാണ്. അപ്പം നിങ്ങൾക്ക് ഇത്ര ക്രിസ്പി വേണ്ടെങ്കിൽ കോൺഫ്ലവറിൻ്റെ പൊടി അവോയ്ഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പൊരിച്ച് വെച്ച ഓയിലിൽ എണ്ണയാണ് ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റണം. പിന്നെ അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1.5 ടേബിൾ സ്പൂൺ ഗാർലിക്കും കൂടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മീഡിയം സൈസ് ഓനിയൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. 2 കളർ ക്യാപ്സിക്കമാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. ഇത് അധികം വേവരുത്. അധികം വെന്തുടഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി ആയാലും കുഴപ്പമില്ല. എരിവ് ആവശ്യമുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ സോയ സോസാണ്. ഞാനിവിടെ ലൈറ്റ് സോയ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ സ്പ്രിംഗ് ഒനിയൻ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇത് ഇട്ടാൽ നല്ല ഫ്ലേവർ കിട്ടും സ്പ്രിംഗ് ഒനിയൻ്റെ. പിന്നെ അതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കൊറിയാണ്ടർ ലീഫാണ്, മല്ലിയില.
അതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കച്ചപ്പ് കുറവാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പും 1/2 ടീസ്പൂൺ സോയ സോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയാണിത്, അതും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ ചില്ലി മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. ഇനി നമുക്കതിലേക്കുള്ള റൈസാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് മതിയാകും. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതും ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസാണ്, നമ്മുടെ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി വാർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസാണ്. നിങ്ങൾ എത്ര മെഷർമെൻ്റ് ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അതെടുത്താൽ മതി. 3 കപ്പ് ബസ്മതി റൈസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അരി ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല. ഇനി അതൊന്ന് വാർത്തെടുക്കണം. ഞാനിവിടെ 2 അരിപ്പയിലാക്കിയിട്ടാണ് വാർത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ റൈസ് ഈ ചില്ലി ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ റൈസിലേക്കൊക്കെ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയും എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണ് സോയ സോസും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് വെരി ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ദമ്മാക്കി എടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ചില്ലി ഫ്രൈഡ് റൈസ് ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.